പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് 17-ാം അധ്യായം 9-ാം തിരുവചനത്തിലൂടെ ഇപ്രകാരമാണ് കർത്താവ് സംസാരിക്കുന്നത്. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. നാഥാൻ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ കർത്താവ് താൻ സ്നേഹിക്കുന്ന സ്വന്തം ജനമായ ഇസ്രായേലിനു വേണ്ടി ഒരു സ്ഥലം നിശ്ചയിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ആ സ്ഥലത്താണ് അവർ സ്വൈര്യമായി വസിക്കുവാനായിട്ട് പോകുന്നത്. ഈ വചനം തന്നെ നമ്മളോടും കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. സ്വൈര്യമായി സ്വസ്ഥമായി വാസമുറപ്പിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കുന്ന ഇടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുസന്നിധി തന്നെയാണ്. തിരുസഭയുടെ ചരിത്രത്തിൽ ആരെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ അവരെല്ലാവരും കർത്താവിൻ്റെ തിരുസന്നിധിയാകുന്ന ഇടത്തിൽ സ്വസ്ഥത കണ്ടെത്തിയവരാണ്. നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന ഇടമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധി. നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് ഈ സ്ഥലത്ത് നിന്നാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുവാൻ സാധിക്കുന്ന കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും, സ്വസ്ഥത നമുക്ക് നൽകും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവ് തൻ്റെ തന്നെ തിരുസന്നിധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. അവിടുന്ന് നമ്മളോട് പറയും, നീ എൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് സ്വസ്ഥത അനുഭവിക്കുക. നിൻ്റെ വേദനകളും കുറവുകളും ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഓടി അണയുന്നവരായി മാറാം. ആ സന്നിധിയിൽ നിന്നാണ് നമുക്ക് ഊർജവും ശക്തിയും ലഭിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.